प्यारे बच्चों, आप सबको मेरा नमस्कार। आज मैं हिंदी के प्रसिद्ध उपन्यासकार प्रेमचंद का परिचय कराना चाहती हूँ। प्रेमचंद का जन्म 31 जुलाई 1880 को वाराणसी के पास के लमही नामक गांव में हुआ था। इनके पिता डाक खाने में क्लर्क थे। उनकी माँ सदा बीमार रहती थी। खेतीबाड़ी के लिए भूमि के अभाव में नौकरी के अलावा कोई दूसरा साधन उनके पास नहीं था। 5 वर्ष की उम्र में ही प्रेमचंद की माँ का निधन हो गया और 14 वर्ष की अवस्था में पिता भी परलोकवासी हो गए। प्रेमचंद ने स्वयं ही अपने जीवन का निर्माण किया। इसके लिए उन्हें कठिन संघर्ष करना पड़ा। छोटी मोटी नौकरियां करते हुए उन्होंने बीए तक की शिक्षा प्राप्त कर ली और प्राइमरी स्कूल में अध्यापन शुरू करके वे धीरे धीरे डिप्यूटी इंस्पेक्टर के पद पर पहुंच गए। लेकिन तत्कालीन अंग्रेज़ी हुकूमत उन्हें संदेह की दृष्टि से देखती थी। इसी कारण 1916 में उन्हें नौकरी छोड़नी पड़ी। इसके बाद वे अपना सारा समय लेखन में लगाने लगे। जमाना नामक पत्र में सबसे पहले उनकी कहानी अनमोल रत्न प्रकाशित हुई। हंस नाम से उन्होंने एक साहित्यिक पत्र का प्रकाशन किया जो शीघ्र ही हिंदी की साहित्यिक पत्रकारिता का प्रतिमान बन गया। उर्दू से शुरू करके धीरे धीरे वे हिंदी में लिखने लगे। ग्रामीण लोगों के सहज संपर्क के कारण उनकी भाषा अत्यंत सहज बन गई थी। उसमें हिंदी, उर्दू तथा बोलचाल प्रमुख हो उठी थी। इस कारण उनकी भाषा में एक ऐसी अपूर्व सहजता और सरलता आ गई थी जो हिंदी के किसी भी अन्य साहित्यकार के लिए प्रेरणा का स्रोत हो सकती है। प्रेमचंद हिंदी और उर्दू के महान भारतीय लेखकों में से एक हैं। वे एक संवेदनशील लेखक, सचेत नागरिक तथा कुशल वक्ता थे। उन्होंने उपन्यास, कहानी, नाटक, समीक्षा, लेख, संपादकीय, संस्मरण आदि अनेक विधाओं में साहित्य सृष्टि की। उपन्यासों के क्षेत्र में उनके बहुमूल्य योगदान के कारण उन्हें उपन्यास सम्राट पुकारा जाता है। सेवा सदन, प्रेमाश्रम, रंगभूमि, निर्मला, कायाकल्प, गबन, कर्मभूमि, गोदान आदि उनके उपन्यास हैं। प्रेमचंद की कहानियों में कफन, आत्माराम, पंच परमेश्वर, पूस की रात, मंत्र, शतरंज के खिलाड़ी, बूढ़ी काकी आदि कितनी ही ऐसी कहानियां हैं जिन्हें भारतीय साहित्य में अमरत्व प्राप्त है। धन्यवाद। തോരാമഴയത്ത് CV ബാലകൃഷ്ണൻ്റെ ഹൃദയസ്പർശിയായ ഒരു കഥ. പതിവിന് വിപരീതമായി നേരം വൈകിയതിനാൽ സ്കൂളിലേക്കുള്ള വഴിയിൽ ഒറ്റയ്ക്ക് ഒരു ചെറിയ പെൺകുട്ടി. സ്കൂൾ സഞ്ചി മുതുകിൽ തൂക്കിയിട്ട് ചുവന്ന നിറമുള്ള കുട തുറന്നു പിടിച്ച് മഴയിലൂടെ ഓടിയും നടന്നും കുന്നു കയറുമ്പോൾ വഴിവക്കിലെ ഒരു മുൾപടർപ്പിൻ്റെ മറവിൽ നിന്ന് പ്രാകൃതനായ ഒരാൾ അവളുടെ മുന്നിലേക്ക് ചാടി വീണു. ഒച്ചയെടുക്കുകയാണെങ്കിൽ അവളെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. പനി പിടിച്ചതുപോലെ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ അറ്റം കൂർത്ത ഒരു കല്ല്. പെൺകുട്ടി അന്താളിച്ചു നിന്നു. അയാൾ തൻ്റെ വലതു കൈ കല്ലുമായി അവളുടെ നേർക്കുയർത്തി. കല്ലിൻ്റെ കൂർത്ത മുന്നിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. അവർക്കിടയിൽ മഴ ചൊരിഞ്ഞു പെയ്തു. നിന്റെ ചോറുപാത്രം എവിടെ? അയാൾ വ്യാഗ്രതയോടെ ചോദിച്ചു. പെൺകുട്ടി പറയാൻ ശബ്ദം കിട്ടാതെ വിങ്ങലോടെ തൻ്റെ മുതുകത്തുള്ള സഞ്ചി ചൂണ്ടിക്കാട്ടി. എടുക്ക്, അയാൾ അവളെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചു വലത് കൈ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കനലുകൾ എരിയുന്ന അയാളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ ധൈര്യപ്പെടാതെ അവൾ സഞ്ചി കയ്യിലെടുത്തു. അതിനുള്ളിൽ ഒരു മഞ്ഞ കവറിലായി പൊതിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ചോറുപാത്രം. അതവൾ പുറത്തെടുത്തപ്പോൾ അയാൾ കണ്ണുകളിലേക്കൊരു തിളക്കത്തോടെ ഇടതുകൈ നീട്ടി. അവൾ ഉറ്റുനോക്കിക്കൊണ്ട് പാത്രമേ അയാൾക്ക് കൈമാറി.
പൊയ്ക്കോ, പക്ഷെ ഒരു കാര്യമുണ്ട്, വഴിയിൽ ആരോടും പറയരുത്, അയാൾ മുരളുന്ന മട്ടിൽ പറഞ്ഞു. പെൺകുട്ടി ഇല്ലെന്ന് ശിരസ്സനക്കി. പിന്നെ അവൾ പതുക്കെ നടന്നു തുടങ്ങി. അയാൾ മുൾപടർപ്പിനപ്പുറത്തേക്ക് ധൃതിയിൽ നീങ്ങി. മഴ തുടർന്നു. ഉണക്കമീൻ കറിയൊഴിച്ച ചോറ് തിന്നു തീരാറായപ്പോഴാണ് ആരോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കവർച്ചക്കാരനൊരു ഞെട്ടലോടെ അറിഞ്ഞത്. കൗശലശാലിയായ വന്യമൃഗത്തെ പോലെ അയാൾ പിന്നിലേക്ക് പതുങ്ങി. ഞാനാ, പെൺകുട്ടി ഒരു മുൾപടർപ്പിൻ്റെ അരികിൽ നിന്ന് പറഞ്ഞു. വായിലിട്ട ചോറ് ചവയ്ക്കാനാവാതെ ഒട്ടൊരു നിശബ്ദയിൽ അയാൾ അവളെ നോക്കി. ചോറുപാത്രത്തിനാ, അത് കൊണ്ടുപോയില്ലെങ്കിൽ തല്ല് കിട്ടും എനിക്ക്, പെൺകുട്ടി പറഞ്ഞു. അയാൾ കുറച്ചു നേരത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെയായി. തൻ്റെ ഒടുവിൽ അയാൾ പാത്രം അവൾക്ക് നീട്ടി. അത് കയ്യിൽ വാങ്ങി നേരത്തെ ഒരു ചിരിയോടെ അവൾ ചോദിച്ചു, ഇത്ര കുറച്ച് ചോറ് തിന്നാൽ വയറു നിറയോ? അയാൾ അങ്ങനെ ഒരു ചോദ്യം അപ്രതീക്ഷിതം ആണെന്ന മട്ടിൽ കണ്ണിമിക്കാതെ അവളെ നോക്കി. അയാളുടെ ഉള്ളിൽ നിന്നും അതിദീനമായൊരു ശബ്ദമുയർന്നു. അയാൾ ഇരു കൈകളും ശിരസിൽ ചേർത്ത് തിരിഞ്ഞോടി തോരാമഴയിൽ എങ്ങോ മറഞ്ഞു. താങ്ക് യു.